अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। बिस्मिल्लाहिर्रहमानिर्रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। अस्सलातु वस्सलामु अला അഷ്റഫി റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ പുസ്തകത്തിലെ അവസാന പാഠമായ മുझे कुछ कहना है എന്നുള്ള ബഹുമാനപ്പെട്ട APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കൊച്ചു പ്രഭാഷണമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. വളരെ സമ്പുഷ്ടമായ മനോഹരമായ ഒരു പ്രഭാഷണമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഇഖ്ബാൽ നമ്മുടെ സമൂഹത്തെ, ഇന്ത്യക്കാരെ ഏറെ ചിന്തിപ്പിച്ച മഹാനായ രാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായ ഒരു പ്രഭാഷണമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ദോസ്തോ, ഹിന്ദുസ്ഥാൻ കെ ലിയേ മേരെ പാസ് 3 നസറിയേ ഹൈ. ഇന്ത്യക്ക് വേണ്ടി എൻ്റെ അടുത്ത് 3 കാഴ്ചപ്പാടുകളുണ്ട്. गुज़श्ता हमारी 3000 साल की तारीख़ का जायज़ा लें तो, കഴിഞ്ഞ നമ്മുടെ 3000 വർഷത്തെ ചരിത്രത്തെ അവലോകനം ചെയ്യുകയാണെങ്കിൽ, ഗുജസ്ത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ, ജായിസ ലേന എന്ന അവലോകനം ചെയ്യാം. तो पता चलेगा, മനസ്സിലാക്കാൻ സാധിക്കും, दुनिया के तमाम हिस्सों से लोग यहाँ आए, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഹം പർ ഹംല കിയെ, നമുക്ക് മേൽ അവരൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഹമാരി ജമീനോ പർ കബ്സ കിയെ, നമ്മുടെ ഭൂമിയെ അവർ കൈയടക്കിയിട്ടുണ്ട്. ഹമാരെ ദിലോ ദിമാഗ് ഫത്ത് കിയെ, നമ്മുടെ ഹൃദയവും മസ്തിഷ്കവും അവർ കീഴടക്കിയിട്ടുണ്ട്. സിക്കന്ദർ ആലം സേ ലേക്കർ यूनानी, तुर्की, मुग़ल, पुर्तगाल, फ्रांसी, अंग्रेज़ वगैरह सारे लोग आए, എല്ലാവരും വന്നു. അവർ ഹമേ ലൂട്ട്, നമ്മെ കൊള്ളയടിച്ചു. ഹമാരാ സബ് കുച്ച് ലേക്കർ ചലേ ഗയേ, നമ്മുടെ എല്ലാം കൊണ്ടുപോയി. താഹം, എന്നിട്ടും ഹംനെ കിസി ദൂസരെ മുൽക്ക് കെ ഖിലാഫ്, നമ്മൾ മറ്റു വേറെ ഒരു രാഷ്ട്രത്തിനെതിരെയും ഐസാ നഹി കിയ, ഇങ്ങനെ ചെയ്തിട്ടില്ല. ഹംനെ ദൂസരോं को जीता नहीं, നമ്മൾ മറ്റുള്ളവരെ കീഴടക്കിയിട്ടില്ല. ജീത്ന ന ഫതഹ് കർന. ന ഉൻകി ജമീൻ, അവരുടെ ഭൂമി കീഴടക്കിയിട്ടില്ല. ന ഉൻകി തഹ്ദീബ്, അവരുടെ സംസ്കാരം കീഴടക്കിയിട്ടില്ല. അവർ ന ഉൻകി താരീഖ് കോ ഛീന, അവരുടെ ചരിത്രത്തെ നമ്മൾ അപഹരിച്ചിട്ടില്ല. ചീന എന്ന് പറഞ്ഞാൽ ജബർദസ്തി സേ ലേന, അപഹരിക്കുക. അവർ നഹി കബി ഹമാരി ജിന്ദഗി കെ തൗർ ത്വരീഖെ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ നടപ്പുകളെ, തൗർ ത്വരീഖെ ഉൻ പർ ലാദിനേക്ക്, അവർക്ക് മുകളിൽ കെട്ടിവെക്കാനുള്ള ശ്രമം നാം നടത്തിയിട്ടില്ല. ലാദിന എന്ന് പറഞ്ഞാൽ ബോജിരക്കിന, ഭാരം വെക്കുക. അപ്പോൾ നമ്മുടെ സംസ്കാരങ്ങളോ നമ്മുടെ നാട്ടുനടപ്പുകളൊന്നും മറ്റുള്ളവർക്ക് ആളുകളുടെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ നാം നടത്തിയിട്ടില്ല. എന്തുകൊണ്ട്? इसलिए कि हम दूसरों की आज़ादी का एहतराम करते हैं, എന്തിനെന്നാൽ നാം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. इसलिए मेरे पहला नज़रिया है आज़ादी, ഇതിനാൽ എൻ്റെ ആദ്യത്തെ നസരിയയാണ്, കാഴ്ചപ്പാടാണ് ആസാദി, സ്വാതന്ത്ര്യം എന്നുള്ളത്. മുझे യഖീൻ ഹെ കെ 1857 1857 जब हमने आज़ादी की जंग लड़नी शुरू की, നമ്മൾ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയപ്പോൾ ഹിന്ദുസ്ഥാനെ ഉസ്കാ പഹ്ലാ നസരിയ ഹാസിൽ കിയ, ഇന്ത്യക്ക് അതിൻ്റെ ആദ്യത്തെ നസരിയ കരസ്ഥമായി. ये वही आज़ादी है जिसकी हमें हिफाजत करनी चाहिए, ഈ സ്വാതന്ത്ര്യം അതിനെ നാം സംരക്ഷിക്കേണ്ടതുണ്ട്. അഗർ ഹം ആസാദ് നഹി ഹേ തോ, നമ്മൾ സ്വതന്ത്രരല്ലെങ്കിൽ, तो कोई भी हमारा एहतराम नहीं करेगा, ആരും നമ്മെ ബഹുമാനിക്കുകയില്ല. ഹിന്ദുസ്ഥാൻ കെ ലിയേ മേരാ ദൂസര നസരിയ തറക്കി കാ ഹൈ, ഡെവലപ്മെൻറ്റിൻ്റെ ആണ്. 50 साल से हमारा मुल्क तरक्की पजीर रहा है, 50 വർഷമായിട്ട് നമ്മുടെ രാഷ്ട്രം തറക്കി പസീർ, പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. തറക്കി പസീർ എന്നാണ് ഡെവലപ്പിംഗ്.
हमें खुद अपने मुल्क को एक तरक्की याफ्ता मुल्क के रूप में देखने का अब वक्त आ गया है. നമ്മുടെ രാഷ്ട്രത്തെ ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് കാണാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ രാഷ്ട്രത്തെ ഡെവലപ്ഡും ഡെവലപ്പിംഗും ഒക്കെ വ്യത്യാസം നിങ്ങൾ സോഷ്യലിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. തറക്കി പസീർ എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ്, തറക്കി യാഫ്ത പറഞ്ഞാൽ ഡെവലപ്ഡ്. दुनिया के 5 ग्रोस डोमेस्टिक प्रोडक्शन GDP के अहम ममालिक में से हम एक है. ലോകത്തെ 5 GDP നിലവാരം ഉയർന്ന രാഷ്ട്രങ്ങളിലെ ഒന്ന് നമ്മളാണ്. ज़्यादा से ज़्यादा मैदानों में हमारी 10% तरक्की है. അധിക മേഖലകളിലും നമ്മുടെ പുരോഗതി 10% നമുക്ക് പുരോഗതിയുണ്ട്. हमारी गरीबी की सतह गिर रही है. നമ്മുടെ പോവർട്ടി ലെവൽ, നമ്മുടെ ദാരിദ്ര്യ രേഖ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹമാരി കാമിയോബ ഇതൊക്കെ കലാമുള്ള കാലത്താണ്. നമ്മൾ മോഡി എന്നൊക്കെ ഉപയോഗിക്കണം കേട്ടോ. हमारी कामयाबियों को आज आलमी सतह पर शनाख्त की जा रही है. നമ്മുടെ കാമയാബോങ്കോ നമ്മുടെ വിജയങ്ങളെ ഇന്ന് ലോകത്ത് ആലമീ സതഹ് പർ ലോകാടിസ്ഥാനത്തിൽ ശനാഖത്ത് കി ജാ രഹി ഹെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശനാഖത്ത് എന്ന് പറഞ്ഞാൽ പഹചാൻ. ताहम हमारे मुल्क को तरक्की याफ्ता खुद तजदीदी और पुरएतिमाद मुल्क के रूप में देखने के लिए हमारा पास खुद एतिमादी का फक़दान है. എന്നിട്ടും നമ്മുടെ രാഷ്ട്രത്തെ ഡെവലപ്ഡ് ആയിട്ട് ഖുദ് തജ്ദീദി സെൽഫ് അപ്ഡേറ്റഡ് ആയിട്ട്, ഖുദ് തജ്ദീദി പറഞ്ഞാൽ സെൽഫ് അപ്ഡേറ്റഡ് ആയിട്ട്, അവർ പുർഎതിമാദ് വിശ്വാസയോഗ്യമായ ട്രസ്റ്റായ ഒരു രാജ്യമായിട്ട് കാണാൻ നമ്മുടെ അടുത്ത് ഖുദ് എത്തിമാദിക്ക ആത്മവിശ്വാസത്തിൻ്റെ, ഖുദ് എത്തിമാദി എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻസിൻ്റെ കുറവുണ്ട്. ഫിഖ്ദാൻ ഹേ. ക്യാ യേ ടീക്ക് നഹീ ഹേ? ഇത് ശരിയല്ലേ? നമുക്ക് ഇത്രമാത്രം പുരോഗതി ഉണ്ടായിട്ടും ലോകത്ത് ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട്, ഒരു സെൽഫ് അപ്ഡേറ്റഡ് ആയിട്ട്, ഒരു ട്രസ്റ്റുള്ള കൺട്രി ആയിട്ട് നമ്മുടെ കൺട്രിയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. मेरा तीसरा नज़रिया है कि हिंदुस्तान को दुनिया के बराबर खड़ा होना है. ഇന്ത്യ ലോകത്തോട് കടപിടിച്ച് നിൽക്കണം. क्योंकि मुझे यकीन है कि हिंदुस्तान दुनिया के बराबर खड़ा नहीं हुआ तो कोई भी हमें एहतराम नहीं करेगा. എനിക്കുറപ്പുണ്ട്, ഇന്ത്യ ലോകത്തിനോട് കിടപിടിച്ച് നിന്നിട്ടില്ലെങ്കിൽ ആരും നമ്മെ ബഹുമാനിക്കുകയില്ല. സിർഫ് തോക്കത്ത് ഹി തോക്കത്ത് കാ എഹ്തിറാം കരേഗ. ശക്തി മാത്രമാണ് ശക്തിയെ ബഹുമാനിക്കുകയുള്ളൂ. ഹമേ നസിർ ഫൗജി തോക്കത്ത് ഖുവ്വത്ത് കി തറ മസ്ബൂത്ത് ഹോനാ ചാഹിയെ. നമുക്ക് സൈനിക ബലം കൊണ്ട് മാത്രം ശക്തിപ്പെട്ടാൽ പോരാ, ബൽക്കെ മറിച്ച് ഹമാരി ഇഖ്തിസാദി ഖുവ്വത്ത്, നമ്മുടെ സാമ്പത്തിക ശക്തിയും മസ്ബൂത്ത് ഹോനി ചാഹിയെ, ഉറപ്പുള്ളതാവേണ്ടതായിട്ടുണ്ട്. ഹം ഏക് അസീം മുൽക്ക് കെ രഹ്നെ വാലെ ഹെ. നമ്മൾ ഒരു വലിയ രാഷ്ട്രത്തിൽ ജീവിക്കുന്നവരാണ്. ഹമാരി ബഹുത് സി ഹൈറത്ത് അംഗേസ് കാമയാബ് കഹാനിയാ ഹെ. നമ്മുടെ വളരെ അമ്പരപ്പിക്കുന്ന വിജയത്തിൻ്റെ കഥകളുണ്ട്. ലേക്കിൻ ഉനെ പെഹ്ചാനനെ സെ, അതിനെ മനസ്സിലാക്കുന്നതിനെ തൊട്ട് ഹം ഇൻകാർ കർത്തെ, നമ്മൾ നിഷേധിക്കുന്നു. നമ്മളൊന്നും അതിനെ മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല. ക്യൂ, എന്തുകൊണ്ട്? ഹം ദൂധ് കി പൈദാവാർ മേ, പാലുൽപാദനത്തിൽ അവൽ നമ്പർ 1 റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് छोड़ने में, रिमोट सेंसिंग सैटेलाइट विक्षेपिക്കുന്നതിൽ हम अव्वल नंबर पर है. गेहूं और चावल की पैदावार में, ഗോതമ്പ് അതുപോലെ അരി ഉൽപ്പാദിപ്പിക്കുന്നതിൽ दूसरे नंबर पर 2ാം സ്ഥാനത്താണ്. ഡോക്ടർ സുദർശൻ को देखिए, അദ്ദേഹത്തെ देखिए. ഡോക്ടർ സുദർശൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്ത ഒരാളാണ്. उन्होंने आदिवासी गानों को, ഒരു ആദിവാസി ഗ്രാമത്തെ, ഗാനു എന്ന് പറഞ്ഞാൽ ഗാവോ, अपने बलबोते पर, സ്വന്തം കഴിവിൽ, ബൽബോത്തെ എന്ന് പറഞ്ഞാൽ ജോർ തോക്കത്ത്, സ്വന്തം കഴിവിൽ, अपने बलबोते पर कायम रहने वाला और खुद चलने वाला, സ്വയം നടക്കുന്ന एक യൂണിറ്റ് में तब्दील कर दिया. സ്വയം പ്രാപ്തരായ ഒരു കമ്മ്യൂണിറ്റിയാക്കിയിട്ട് അവരെ മാറ്റിയെടുത്തു. अपने बलबोते पर कायम रहने वाला, സ്വന്തം നിലക്ക് ചലിക്കുന്ന ഒരു യൂണിറ്റായിട്ട് മാറ്റി. हमारी ऐसी लाखों कामयाबियाँ हैं, लेकिन हमारे ज़राए इबला,
നമ്മുടെ മീഡിയ, സറായ ഇബ്ലാഗ് എന്ന് പറഞ്ഞാൽ മീഡിയ, നമ്മുടെ മീഡിയയുടെ സിസ്റ്റം എന്താ? ജിസ്നെ ദഹൻ കോ ഖറാബ് കർനെ വാലി, നമ്മുടെ ബുദ്ധിയെ മോശപ്പെടുത്തുന്ന, അവർ സഹർ ആലൂദ വിഷം പുരട്ടിയ ചിന്തകളെ കൊണ്ട് നിറഞ്ഞ വാർത്തകളാണ് അപ്പിനെ ദഹൻ മെ ബിട്ടാലിയ, നമ്മുടെ മനസ്സിൽ നമ്മുടെ മീഡിയ കുടിയിരുത്തിയിട്ടുള്ളത്. നമ്മുടെ മീഡിയയുടെ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ കേടുവരുത്തുന്ന, നമ്മുടെ ചിന്തകൾക്ക് വിഷം പകരുന്ന ഒട്ടേറെ വാർത്തകളാണ് നമുക്ക് അവർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ज़राए इब्लाग ये मंफी रवैया क्यों इख्तियार कर रहा है? നമ്മുടെ മീഡിയ എന്തുകൊണ്ടാണ് ഈ ഒരു നെഗറ്റീവായിട്ടുള്ള സമീപനം, നെഗറ്റീവായിട്ടുള്ള മനോഭാവം എന്തിനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്? മംഫി റവിയ പറഞ്ഞാൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. एक मरतबा मैं तल अवीव में था, इसराइलाയിരുന്നു. അവർ ഇസ്രായേൽ അഖ്ബാർ പഠ रहा था. गुज़श्ता दिन बम के धमाके में कई लोग मारे गए थे. കഴിഞ്ഞ ദിവസം ബോംബാക്രമണത്തിൽ, ബോംബ് സ്ഫോടനത്തിൽ ഒട്ടേറെ ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. മാരെ ഗए थे. അവർ ഹമാസിനെ ഹർത്താൽ भी किया था. ഹമാസ് ഹർത്താലും പ്രഖ്യാപിച്ചിരുന്നു. लेकिन उस अखबार ने अपने सरवरक पर, പക്ഷേ ആ ഒരു പത്രം തങ്ങളുടെ സർവറക്ക്, തങ്ങളുടെ മെയിൻ ഹെഡിങ് ആയിട്ട്, ഫറക്ക് എന്ന് പറഞ്ഞാൽ മെയിൻ ഹെഡിങ്, ടൈറ്റിൽ പേജായിട്ട് കൊടുത്തത് എന്താണ്? എക് ഷരീഫ് യഹൂദി കി തസ്വീർ ഷായിക്കിത്ത്, ഒരു മാന്യനായ യഹൂദിയുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിരുന്നു. ജിസ്നെ 5 സാൽ കെ അന്തർ, 5 വർഷം കൊണ്ട് അപ്പനി ബഞ്ചർ ജമീൻ കോ, തൻ്റെ തരിശായ ഭൂമിയിൽ, ബഡി മിഖ്ദാർ മെ, വലിയ തോതിൽ, അനാജവർ ഗേഹും, ധാന്യങ്ങളും ഗോതമ്പും, ഉഗാനെ വാലി, ഉൽപ്പാദിപ്പിക്കുന്ന, ജർഹേ ജമീൻ മെ, വളരെ ഫലഭൂഷ്ടമായ ഭൂമിയായിട്ട് മാറ്റിയിട്ടുണ്ട്. 5 വർഷം കൊണ്ട് തൻ്റെ തരിശായ ഭൂമിയെ ധാന്യങ്ങൾ മുളപ്പിക്കുന്ന വലിയ ഫലഭൂഷ്ടമായ ഭൂമിയാക്കി മാറ്റിയ ഒരു ഷരീഫായ മാന്യനായ യഹൂദിയുടെ ഫോട്ടോമായിരുന്നു അന്ന് പത്രത്തിൽ നിറഞ്ഞിരുന്നത്. ഇസ് തർഗീബ് ദേനെ വാലി തസ്വീർ സെ, ഈ ഒരു പ്രേരണ നൽകുന്ന ചിത്രത്തിൽ നിന്നും സബ് ലോഗ് ബേദാർ ഹുയെ, എല്ലാവരും ഉണർന്നു. ബേദാർ ഹോ ജാന ഉണരുക. ഖത്ലോ ഗോറത്ത് കിരി, കൊള്ളയും, ഖത്തിൽ എന്ന് പറഞ്ഞാൽ കൊല, ഗോറത്ത് കിരി പറഞ്ഞാൽ കൊള്ള, ബംബാരി ബോംബ് സ്ഫോടനം, അംവാദ് ജയ്സി ഹൂൻറേസി ഖബറെ, മരണം പോലത്തെ രക്തം തുളുമ്പുന്ന, രക്തം പകരുന്ന വാർത്തകൾ അഖ്ബാറോമെത്തി, അതും പത്രത്തിലുണ്ടായിരുന്നു. ലേക്കിൻ ദൂസരി ഖബറോ കെ ബീച്ച് മേ, മറ്റു വാർത്തകൾക്കിടയിൽ ദഫൻ ഹോ ഗയി, അവർക്ക് മറ ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ കൊള്ളയുടെയും കൊലയിലെയും വാർത്തകളൊക്കെ പത്രത്തിലുണ്ട്, പക്ഷേ അതിനേക്കാൾ ഹൈലൈറ്റ് ചെയ്ത മറ്റു ചില വാർത്തകൾക്കിടയിൽ ഈ വാർത്തകളൊക്കെ എന്നായിരുന്നു? മറമാടപ്പെട്ടിരുന്നു. ഹിന്ദുസ്ഥാൻ മേ ഹം സിർഫ് അംവാത്, ഇന്ത്യയിൽ നാം മരണത്തിൻ്റെയും രോഗത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും കുറ്റകൃത്യങ്ങളുടെയും വാർത്തകളാണ് വായിക്കുന്നത്. ജറായ, കുറ്റകൃത്യം. ഹം ഇസ് തറഹ കാ മംഫി മിസാജ് ക്യൂ രഖ്തെ, ഇത്തരത്തിലുള്ള നെഗറ്റീവ് സ്വഭാവം നാം എന്തിനാണ് സൂക്ഷിക്കുന്നത്? ഏക് और സവാൽ യേ ഹേ കെ, ഒരു ചോദ്യമുണ്ട്, കെ യേ കൗം പരസ്ത് ബാഷിന്ദ ഹോനെ കെ നാത്തെ, ഒരു ദേശീയവാദിയായ താമസക്കാർ ആളായിട്ട് കൂടി, കൗം പരസ് ബാഷിന്ദ നാഷണലിസ്റ്റ്, ഒരു നാഷണലിസ്റ്റായിട്ട് കൂടി, കെ നാത്തെ അത് അവരോട് കൂടെ, ഏക കൗം പരസ് ബാഷിന്ദ ഹോനെ കെ നാത്തെ, ഒരു നാഷണലിസ്റ്റ് അവലോട് കൂടെ, ഹംനെ നാം ഓർ മുൽക്കി ചീസോക്കോ, അന്യദേശക്കാരുടെ വസ്തുക്കളെ, അപ്നെ ദഹൻ പർ, നമ്മുടെ മനസ്സിൽ, ക്യൂ മുസല്ലത്ത് കർ ലിയ, എന്തിന് കുടിയിരുത്തിയിരിക്കുന്നു? മുസല്ലത്ത് കർന്നാണ് ഇമ്പോസ്, ചുമത്തുക. അപ്പോൾ മറ്റുള്ള ആളുകളുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്നു. ഹമേ ഓർ മുൽക്കോ കി ടി വി ചായേ, മറ്റു രാഷ്ട്രത്തിൻ്റെ ടി വിയാണ് നമുക്ക് വേണ്ടത്, മേഡ് ഇൻ ഇന്ത്യ വേണ്ട. ഓർ മുൽക്കോ കെ ഷർട്ട് ചായേ, ഹമേ ഓർ മുൽക്കി ടെക്നോളജി ചായേ. हमने हर दरामदाती चीज़ों को अपनाने का जहन क्यों बना लिया है? നാം എന്തുകൊണ്ടാണ് എല്ലാ ഇമ്പോർട്ടായ, ദറാംദാത്തി ചീസ് എന്ന ഇമ്പോർട്ട് ഉൽപ്പന്നങ്ങൾ, ദറാംദാത്തി ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങളെ സ്വന്തമാക്കാൻ നമ്മളെ മനസ്സ് പാകപ്പെട്ടിരിക്കുന്നു. എന്തിനാണത്? ക്യാ ഹംനെ യെ സംജാ നഹി കെ
खुददारी अपने बल और अपने वसाइल से पैदा होती है. നമുക്കറിയില്ലേ ഖുദ്ദാരി സെൽഫ് റെസ്പെക്റ്റ്, ഖുദ്ദാരി പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ്, ആത്മാഭിമാനം. ഖുദ്ദാരി ആത്മാഭിമാനം ഉണ്ടാവുന്നത് തങ്ങളുടെ ബലത്താലും തങ്ങളുടെ റിസോഴ്സ്, വസായിൽ എന്ന് പറഞ്ഞാൽ റിസോഴ്സ്, തങ്ങളുടെ ബലവും റിസോഴ്സും ഉപയോഗപ്പെടുത്തുന്നതിലാണ് ആത്മാഭിമാനം ഉണ്ടാവുന്നത്. നമുക്കറിയില്ലേ. ये लेक्चर देने के लिए ഒരു പ്രസംഗത്തിന് വേണ്ടി जब मैं ഹൈദരാബാദ് ആയാ, ഞാൻ ഹൈദരാബാദിൽ പോയപ്പോൾ തബ് एक 14 साल ലड़की, ഒരു 14 വയസ്സായ പെൺകുട്ടി മേരാ ദസ്തഖത്ത് തൊലബ് കി, എൻ്റെ ഒപ്പ് ചോദിച്ചു. അവൾ വന്നിട്ട് എന്നോട് ഒപ്പിട്ട് തരാൻ പറഞ്ഞു. मैंने उससे पूछा ज़िंदगी में तुम्हारा मकसद क्या, ഞാൻ അവളോട് ചോദിച്ചു ജീവിതത്തിൽ നിൻ്റെ ലക്ഷ്യം എന്താണ്. उसने जवाब दिया, അവൾ എന്നോട് മറുപടി പറഞ്ഞു, मैं तरक्की याफ्ता हिंदुस्तान में रहना चाहती हूँ, ഡെവലപ്പ്ഡായ ഇന്ത്യയിൽ താമസിക്കാൻ കഴിയാൻ ഉദ്ദേശിക്കുന്നു. ഉസ് ലड़की लिए तुमको और मुझको, ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങൾക്കും എനിക്കും तरक्की याफ्ता हिंदुस्तान बनाना होगा, ഡെവലപ്പ്ഡായ ഇന്ത്യയെ നിർമ്മിക്കേണ്ടതുണ്ട്. तुम्हें ये ऐलान करना चाहिए कि, നീ വിളംബരം ചെയ്യണം, ഹിന്ദുസ്ഥാൻ തറക്കി പസീർ മുൽക്ക് नहीं है, ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി അല്ല. ഈ അയലാ ദർജേക്ക, വളരെ ഉന്നത നിലവാരത്തിലുള്ള തറക്കി യാഫ്ത മുൽക്ക് ഹെ, ഡെവലപ്ഡ് കൺട്രിയാണ്. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.